اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ബഹുമാനപ്പെട്ട സമാഹത്തുൽ വജീഹ് സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ദഖായിഖുൽ ഹഖായിഖ് എന്ന ഗ്രന്ഥം വളരെ പ്രശസ്തമായ ഗ്രന്ഥം കൂടിയാണ്. ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായമാണ് അൻ-നളുറു, ദർശനം അല്ലെങ്കിൽ നോട്ടം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ഈ അധ്യായം മുഴുവനായും എടുക്കാനുള്ള സമയമല്ല, വലിയ വിശദീകരണങ്ങൾ വേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ പറ്റുന്ന മനസ്സിലാകുന്ന വിഷയങ്ങൾ മാത്രം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയണം, ഖലഖ്തുക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു, ലി അൻളുറ ഫീക ഇലാ ജമാലി സുൻഅതി, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും നിന്നിൽ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംവിധാനിച്ചത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൻ്റെ മാധ്യമം എന്ന് പറയുന്നത് മനുഷ്യരാണ്. നമ്മളെ ചുറ്റുഭാഗത്തും കാണുന്ന ഒരുപാട് സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികൾക്കൊക്കെ അതിൻ്റേതായ സൗന്ദര്യമുണ്ടാകുന്നത് മനുഷ്യർ നിലനിൽക്കുന്നത് കൊണ്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടികളെയൊക്കെ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ നിലനിൽപ്പ് നമ്മളെ നിലനിൽപ്പ് നോക്കിയിട്ടാണ്. ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടോ? ആ സൃഷ്ടികൾക്ക് ഈ ലോകത്തുള്ള നിലനിൽപ്പ് നമ്മളെ നിലനിൽപ്പ് നോക്കിയിട്ടാണ്. എന്നാൽ നമ്മളെ നിലനിൽപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലനിൽപ്പ് നോക്കിയിട്ടാണ്. നമ്മളില്ലെങ്കിൽ ലോകത്തൊരു സൃഷ്ടികളുമില്ല. കാരണം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സൃഷ്ടികളെ സംവിധാനിച്ചത്. ആ സൃഷ്ടികളാകുന്ന നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ നമ്മളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു വസ്തുവിനെയും ഒരാൾക്കും ദർശിക്കാനും കഴിയില്ല. ഈ ലോകത്തിൻ്റെ അള്ളാഹുവിനെ കാണാനുള്ള മാധ്യമം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള സൃഷ്ടികളിലേക്ക് നീ നോക്കുമ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നിഴലാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഒരു സ്ഥലമില്ല. അതുള്ളത് കൊണ്ടാണ് ആ സൃഷ്ടികളിലൂടെ അല്ലാഹു തആല ആരെ നോക്കാൻ പറഞ്ഞത്? അല്ലാഹു തആലനെ നോക്കാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ട്, നിങ്ങൾ സൃഷ്ടികളിലേക്ക് നോക്കുക, എങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾക്കതിൽ കണ്ടെത്താൻ കഴിയും. സൃഷ്ടാവാകുന്ന അള്ളാഹുവിനെ കണ്ടെത്തണമെങ്കിൽ സൃഷ്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വേണ്ടേ?
നാളെ ആ സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. ആ സൃഷ്ടികളിലൊക്കെ എന്താ ഉള്ളത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു സൂര്യനാണെങ്കിൽ ആ സൂര്യൻ്റെ പ്രകാശമാണ് ലോകത്ത് മുഴുവൻ വെളിച്ചം വിതറുന്നത് എന്നതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ലോകത്തിൻ്റെ ഒരു മറയാണ്. ലോകത്തിൻ്റെ ഒരു മറ. നമുക്ക് അള്ളാഹുവിനെ കാണണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ആരുണ്ട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അള്ളാഹിൻ്റെ റസൂലില്ലാതെ നമുക്ക് പണ്ട് പഴയ കാലത്ത് ആളുകളൊക്കെ, മഹാന്മാർ പറഞ്ഞൊരു ഉദാഹരണമാണ്, ആളുകളൊക്കെ ഒരു തീ കത്തിക്കണമെങ്കിൽ രണ്ട് മരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉരസും. കാരണം എന്താണ് രണ്ട് മരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉരസി അവസാനം അതിൽ നിന്ന് പുക വന്ന് അവസാനം തീയായി മാറും അല്ലേ? എന്നതുപോലെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉരസി നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ അവസാനം ബാക്കിയാവുന്നത് ഹഖീഖത്ത് മുഹമ്മദിയത്തായിരിക്കും. ഹഖീഖത്ത് മുഹമ്മദ്. അത് ഈ ലോകത്തിൻ്റെ ഓരോ അണുവിലും മിസ്കാല ദർറത്തി എന്ന് പറയുന്നുണ്ട്, അണുമണി തൂക്കം എന്നൊക്കെ പറയുന്നുണ്ട്. മിസ്കാല ദർറത്തി മിൻ ഖർദൽ. ഓരോ അണുവിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആരിഫായൊരു വലിയന്, ഹൃദയത്തിൻ്റെ കണ്ണു തുറന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് മദീനയിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അവൻ സ്വന്തം കണ്ണാടിയിലേക്ക് നോക്കിയാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനക്ക് കാണാൻ കഴിയും. അവൻ്റെ വലതുഭാഗത്തുള്ള ചുമരിലേക്ക് നോക്കിയാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരച്ചു നോക്കണം. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ അൽ മഹബ്ബത്ത് വൽ ഖിദ്മ എന്ന് പറയുന്ന ഒരു ബാബ് എഴുതിയിട്ടുണ്ട്, ഒരു അധ്യായം. അതിൻ്റെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് പുതിയതായിട്ട് ഒന്നും നൽകുന്നില്ല, പുതിയതായിട്ട് ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളറിയാതെ നിങ്ങളിലുള്ള ആ ഒരു ചെപ്പിലുള്ള ആ ഒരു മുത്ത്, അതിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി. ഇന്ന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അവസാന ഭാഗത്ത് പറയും, പുതിയതായിട്ട് ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചെപ്പിലുള്ള ആ മുത്തുണ്ടല്ലോ, അതിനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ് നിങ്ങൾക്കത് കാണാൻ വേണ്ടി. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. അപ്പോൾ ലോകം മുഴുവൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അള്ളാഹിനെ കാണാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. കാരണം സൃഷ്ടികളിലൂടെ നമ്മൾ ആദ്യം ആരെ കാണണം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അത് വാസിതയായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുള്ളൂ? ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ കാണാനും അറിയാനും നമുക്ക് എന്തുള്ളൂ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഖലഖ്തുക നിന്നെ ഞാൻ സൃഷ്ടിച്ചു, ലിഅൻളുറ ഫീക ഇലാ ജമാലി സുൻഅതി, ലിഅൻളുറ ഫീക നിന്നിൽ ദർശിക്കാൻ വേണ്ടി, നോക്കാൻ വേണ്ടി, ഇലാ ജമാലി സുൻഅതി എൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം. അല്ലാഹു തആല പറയണേ, എൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം ഞാൻ നിന്നിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തത്, പഠിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കണ്ണ് തുറന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഷമീമിനെ കാണുന്നത് വളരെ കൂലുള്ളൊരു കാര്യമാണ്, വളരെ കൂലുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മുഅ്മിനായ സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടുകയും സലാം പറയുകയും കൈ കൊടുത്താൽ പിരിയുന്നത് കൂലിയെന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം, അല്ലെങ്കിൽ ഈ പാഠം തീരെ മുന്നോട്ട് പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. എന്നിട്ട്
മാ അജ്മലക അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ നീ എന്തൊരു ഭംഗിയാണ്. മാ അജ്മലക അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ നീ എന്തൊരു ഭംഗിയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. മനുഷ്യന്മാരെ ഏറ്റവും നല്ല ചൊവ്വായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത്. അതാണ് മാ അജ്മലക അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ നീ എന്തൊരു ഭംഗിയാണ്. ഖിഫ് ബൈന യദയ്യ, ഖിഫ് നീ നിൽക്ക്, ബൈന യദയ്യ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്ക്. ലി അൻദുറ ഫീക ഇലൈക, ഞാൻ നിന്നിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. വ തൻദുറ ഇലയ്യ, നീ എന്നിലേക്ക് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു പ്രയോഗം, ഖിഫ് നീ നിൽക്ക്, ബൈന യദയ്യ നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്ക്, ലി അൻദുറ ഇലൈക ഞാൻ നിന്നിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്, വ തൻദുറ ഇലയ്യ നീ എന്നിലേക്ക് നോക്കണം. ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധത്തിൻ്റെ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ലാ തഖിഫ്, നീ നിൽക്കാൻ പാടില്ല. റഗബൻ വലാ റഹബ, ഏതെങ്കിലും ഒരു വിഷയത്തിനെ ഭയന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല. നീ സ്വയം ഇല്ലാതെയായി, നീ എന്ന് പറയുന്ന ആ വിഷയം തന്നെ ഇല്ലാതെയായി, നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്ക്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓരോ വജ്ജഹത്തൂരും നമ്മൾ പറയലുണ്ട്. എന്ത്? വജ്ജഹത്തു, ഞാൻ മുന്നിടിക്കുന്നു, വജ്ഹി എൻ്റെ മുഖത്തെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിം വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലേ? ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നിസ്കാരം, വനുസുക്കി എൻ്റെ മറ്റു കർമ്മങ്ങളും, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഞാൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. എനിക്ക് എന്തെങ്കിലും സ്വന്തമായി കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു പ്രയോഗം പ്രയോഗിക്കോ? എൻ്റെ നിസ്കാരം, എൻ്റെ അതും എൻ്റെ ഇതൊക്കെ നിനക്കെന്ന് പറയോ? കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെതായി എനിക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ നിസ്കാരാണെങ്കിലും എൻ്റെ ജീവിതമാണെങ്കിലും എൻ്റെ മരണാണെങ്കിലും എൻ്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളും നിനക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു പ്രയോഗം, ലാ തഖിഫ് റഗബൻ വലാ റഹബ, നീ എന്തെങ്കിലും കണ്ട് ഭയന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടും നീ എന്ത് ചെയ്യാൻ പാടില്ല? എൻ്റെ മുമ്പിൽ വന്നിട്ട് നിൽക്കാൻ പാടില്ല. നളരി ഇലൈക നളറത്തുൻ വാഹിദ, നളരി ഇലൈക എൻ്റെ ഒരൊറ്റ നോട്ടം, നളറത്തുൻ വാഹിദ ഒരൊറ്റ നോട്ടം, തുസാവി ഇബാദത സഖലൈൻ, അത് മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടിയാൽ എത്ര നന്മയുണ്ടോ അതിനോട് തുല്യമാണ് എൻ്റെ ഒരൊറ്റ നോട്ടം എന്ന് അല്ലാഹു തആല പറയാണ്. ഈ വിഷയമൊക്കെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലും വിഷയം പറയുന്നുണ്ട്. വജ്ദിൻ്റെ വിഷയം പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള ഒരു സെക്കൻഡ് അത് ഇബാദത്തു സഖലൈൻ. മനുഷ്യ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ നീ വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്നത് സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ, ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്കും നേതാവാണ്. സഖലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരും ജിന്നുകളും ചേർന്നതിനേക്കാണ് സഖലൈൻ എന്ന് പറയാം. അവർക്ക് നേതാവാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ സഖലൈൻ എന്ന് പറയുന്ന വാക്കാ പറഞ്ഞത്. അതേ വാക്കാണ് നളരി ഇലൈക നളറത്തുൻ വാഹിദ, നിന്നിലേക്കുള്ള എൻ്റെ ഒരൊറ്റ നോട്ടം, തുസാവി ഇബാദത സഖലൈൻ, അത് മനുഷ്യരും ജിന്നുകളും ചെയ്ത ഇബാദത്തിനേക്ക് തുല്യമാണ്. ഒറ്റ നോട്ടം, അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മിലേക്ക് വന്നാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വനളറുക ഇലയ്യ നളറത്തുൻ വാഹിദ, ശ്രദ്ധിക്കണം, വനളറുക നിന്റെ നോട്ടം, ഇലയ്യ എന്നിലേക്കുള്ള നിന്റെ നോട്ടം, നളറത്തുൻ വാഹിദ ഒരൊറ്റ നോട്ടം മതി, തംലഉൽ മീസാൻ, അത് മീസാൻ നിറയുന്ന ഒന്നാണ്. വനളറുക നിന്റെ നോട്ടം, ഇലയ്യ എന്നിലേക്ക്, നളറത്തുൻ വാഹിദ ഒരൊറ്റ നോട്ടം, അത് തംലഉൽ മീസാൻ, അത് മീസാൻ നിറക്കുന്ന നോട്ടാണ്.
അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടുണ്ട്. അതൊരൊറ്റ പ്രാവശ്യം നോക്കിയാൽ മതി. ആ നോട്ടം തംല ഉൽ മീസാൻ. പണ്ട് ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാന് എപ്പോഴും പീഡിയക്കൊലയിൽ ഇങ്ങനെ ഇരിക്കും. പീഡിയക്കൊലയിൽ ഇങ്ങനെ ഇരിക്കും. ജനങ്ങൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് മൂപ്പര് പോകില്ല, ഇവരവിടെ കുത്തിരിക്കും. നിസ്കരിക്കാത്തതിനെ പ്രോത്സാഹിപ്പിക്കല്ലോ. ആരിഫീങ്ങളാകുന്ന ആളുകളുടെ നിസ്കാരം ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടോളണമെന്നില്ല. കാരണം എന്താണ്? അബുദാലുകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് തന്നെ 40 ശരീരങ്ങൾ വരെ ആകാനുള്ള കഴിവുണ്ട് എന്ന് മഹാന്മാരാകുന്ന ആളുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അൽ-ജവാഖിത്ത് വൽ ജവാഹിർ പോലത്തെ കിതാബിലുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട് 40 ശരീരങ്ങൾ വരെ ആകാനുള്ള കഴിവുണ്ട്. മുഹമ്മദുൽ ഹളറമി എന്ന് പറയുന്ന മഹാൻ ഒരു വെള്ളിയാഴ്ച പല മഹല്ലുകളിൽ ജുമാക്ക് പോയിരുന്നതായിട്ടൊക്കെ കിതാബിൽ കാണാൻ കഴിയും. മനസ്സിലാവുന്നു? അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താ? ഒരു മഹാന് ഒരു പീഡിയക്കൊലയിൽ ഇങ്ങനെ ഇരിക്കും, പക്ഷെ നിസ്കരിക്കാൻ പോകില്ല. അപ്പോൾ ആളുകൾക്കൊക്കെ അത് വല്ലാതൊരു നീരസം തോന്നി. പള്ളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുക, അന്ന് നിസ്കരിക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അലിയുൽ ഖവാസിനെ നിസ്കരിപ്പിക്കാൻ നോക്കിയല്ലോ. പിന്നെ അലിയുൽ ഖവാസ് ആരായി മാറി? ഇമാം ഷാറാനി തങ്ങളെ ഷെയ്ഖായി മാറി. വലിയ ലോകത്ത് അറിയപ്പെടുന്ന അല്ലാഹുവിൻ്റെ ആരിഫായ വലിയ അലിയുൽ ഖവാസ് തങ്ങൾക്ക് ഇടയിലും റസൂലുള്ളാഹിൻ്റെ ഇടയിലും പിന്നെ ഒരു മഹാനില്ലാണ്. അത്രത്തോളം വലിയ മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. എന്നതുപോലെ മൂപ്പരിങ്ങനെ നിസ്കരിക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കും. മൂപ്പര നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, ജനങ്ങൾക്കത് കാണാൻ കഴിയില്ല. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു എന്നല്ലേ. ഒരു വലിയനിക്കല്ലാതെ മറ്റൊരു വലിയന് എന്ത് ചെയ്യാൻ കഴിയില്ല? അറിയാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഈ നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഞാൻ നിസ്കരിക്കണില്ല എന്നല്ലേ നിങ്ങളത് മനസ്സിലാവുണ്ടോ? എന്നാൽ ഞാൻ എൻ്റെ പ്രപഞ്ചനാഥനെ പ്രണയിക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു. എൻ്റെ പ്രപഞ്ചനാഥനെ പ്രണയിക്കുന്നത് നിങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിലേക്ക് തവജ്ജുഹായി കുറച്ച് നേരം ഇരുന്നതോടുകൂടെ അദ്ദേഹം ഇരിക്കുന്ന ആ പീഡികകളും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലങ്ങൾക്ക് തന്നെ സൽസലത്ത് സംഭവിച്ചു. അതാണ് അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളുടെ ഒരു നോട്ടം മതി. ഭൂമിക്ക് എന്തുണ്ടാവില്ല? നിലനിൽപ്പുണ്ടാവില്ല. എന്നാലോ ഭൂമിയുടെ ഇസ്തിഖ്റാറും അവരുടെ നോട്ടം തന്നെയാണ്. ഭൂമിയുടെ ഇസ്തിഖ്റാറും അല്ലേ? ലക്ഷദ്വീപിലേക്ക് അള്ളാഹുവിൻ്റെ ആരിഫായ ഒരു വലിയ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നല്ലോ. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ലക്ഷദ്വീപ് ഭാഗത്തേക്ക്, ദ്വീപിലേക്ക് ഒരു മഹാൻ വന്നു. ഇനി അന്തമാൻ ദ്വീപ എന്ന് പറയില്ല, ലക്ഷദ്വീപ എന്ന് പറയില്ല. ജനങ്ങളൊന്നും ഇസ്ലാം എന്ത് ചെയ്യണില്ല, സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും ഒക്കെ അത് ഒരു എന്തായി തോന്നി, ഒരു പ്രശ്നമില്ലാതായി തോന്നി. മഹാനുഭാവൻ ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലത് കാല് ഭൂമിയിൽ ഒരു ഒറ്റ അടിയുന്ന ഒറ്റ ചവിട്ടാണ്. അതോടുകൂടെ ആ ഭാഗത്ത് ഭൂമി കുലുക്കുണ്ടായി. ഭൂമി കുലുക്കം ഉണ്ടായി. അപ്പം ജനങ്ങൾ നേരായി അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭൂമി കുലുക്കുണ്ടായല്ലോ. ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട സമയത്ത് ഭൂമി കുലുക്കുണ്ടായി. അതിലെന്തേ മഹാൻ ചെയ്തത്? ജനങ്ങളൊക്കെ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ ഭൂമി കുലുക്കുണ്ടാകുന്നുണ്ട്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല, ഞങ്ങളതെല്ലാം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ വേഗം ചെന്നൊരു പാറമൺ ചവിട്ടിയിട്ട് ഒരൊറ്റ ചവിട്ടി വിട്ടിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഉമർ എന്തെങ്കിലും നീതികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ ഭൂമി തന്നെ കീഴ്പിൽ മറിച്ചോ, അതല്ലെങ്കിൽ ഞാൻ ഭരണം നടത്തുന്ന സ്ഥലത്തുള്ള ജനങ്ങൾ നീ വെറുതെ വിടണം. ആരോടെ പറയണത്? അള്ളാഹുവിനോട് പറയണം. അതോടുകൂടെ ആ ഭൂമി കുലുക്കം അവസാനിച്ചു. അതാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഉമറാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ പറയാനുള്ള ഒരു കഴിവും വേണം, ഒരു തൻ്റെ ഇടവും വേണം. മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ബഅദഹു,
അതിനുശേഷം ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞാലാണ് ആര് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് പറയാനുള്ള ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും ആർക്കുണ്ട്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുണ്ട്. അല്ലാഹു തആല വരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ വനളറുക ഇലയ്യ നളറത്തും വാഹിദ, വനളറുക നിന്റെ നോട്ടം ഇലയ്യ എന്നിലേക്ക് നളറത്തും വാഹിദ ഒരൊറ്റ നോട്ടം, തംലഉൽ മീസാൻ അത് അള്ളാഹുവിൻ്റെ മീസാൻ പോലും നിറക്കുന്ന നോട്ടാണ്. അങ്ങനത്തെ ഒരു നോട്ടം നോക്കാൻ കഴിയണം. എൻ്റെ ഉസ്താദ് എപ്പോഴും ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓതുന്ന സമയത്ത് എപ്പോഴും ദ്വാരക്കണ ദ്വാരണ്ട്, അള്ളാഹുവെ നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു തൗഫീഖ് ഉണ്ടാകണേ, നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം അല്ലാഹ് എന്ന് വിളിക്കാനുള്ളൊരു തൗഫീഖ് ഉണ്ടാകണേ എന്ന് പറയലുണ്ട്. എപ്പോഴും ഉസ്താദിൻ്റെ ദ്വാരയിലുണ്ടാകലുണ്ട്. അപ്പോൾ അള്ളാഹനെ അറിഞ്ഞിട്ടുള്ള ഒരൊറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ അത് മീസാൻ നിറക്കുന്നതാണ്. ലാ യഖൂമു ലിന്നളറത്തി ശൈഉൻ, ആ നോട്ടത്തിൽ പിന്നെ ഒരു ഷൈഇനും പിന്നെന്തില്ല, നിലനിൽപ്പില്ല. ആ ഒരു നോട്ടം നോക്കിയാൽ പിന്നെ ഒരു ഷൈഇനും നിലനിൽപ്പില്ല. ഇഹ്തറഖൽ കൗനു കുല്ലുഹു ബൈന നളരി വനളരിക, ഇഹ്തറഖൽ കൗനു കുല്ലുഹു ലോകം മുഴുവൻ കരിഞ്ഞു പോകും, ബൈന നളരി വനളരിക എൻ്റെ നോട്ടത്തിൻ്റെയും നിന്റെ നോട്ടങ്ങൾക്കുമിടയിൽ ലോകം തന്നെ എന്ത് ചെയ്യും, കരിഞ്ഞു പോകും. ലൈസ ബൈനന നമുക്കിടയിലില്ല ഇല്ല നളറ, നോട്ടമല്ലാതെ നമുക്കിടയിലില്ല. അള്ളാഹുവിൻ്റെയും അവൻ്റെ അബ്ദിൻ്റെയും ഇടയിൽ ദർശനമല്ലാതെ വേറൊന്നിനും സ്ഥാനമില്ല. ഇനി ശ്രദ്ധിക്കണം, അഷ്റഫുൽ ഇബാദ, ഇബാദത്തിൽ വെച്ച് ഏറ്റവും അഷ്റഫായത് അന്നളറു നോട്ടമാണ്. അഷ്റഫുൽ ഇബാദ, ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അന്നളറു അല്ലാഹുവിലേക്കുള്ള നോട്ടാണ്. എന്നാൽ വേറെ ചില നോട്ടങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട് അല്ലേ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ പറയുന്നു, അന്നളറു ഇലൽ വാലിദ്, മാതാപിതാക്കളിലേക്കുള്ള നോട്ടം അത് ഇബാദത്തുൻ, കാരുണ്യത്തിൻ്റെ മനസ്സോടുകൂടെ വാത്സല്യത്തിൻ്റെ മനസ്സോടുകൂടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ കാരണം? നമ്മൾ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിൽ അള്ളാഹുവിനെയാണ് നമ്മൾ നോക്കുന്നത്. അള്ളാഹുവിനെയാണ്, അള്ളാഹുവിലേക്കുള്ളൊരു കണ്ണാടി മാത്രമാണ് ആര്? നമ്മുടെ മാതാപിതാക്കൾ. അന്നളറു ഇലൽ വാലിദ്, മാതാപിതാക്കളിലേക്കുള്ള നോട്ടം ഇബാദത്തുൻ, അത് ഇബാദത്താണ്. അല്ലാഹു തആല മരണം വരെ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യണ്ടേ അല്ലേ? വലാ തുശ്രികു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അപ്പൊ അന്നളറു ഇലൽ വാലിദി ഇബാദത്തുൻ, മാതാപിതാക്കളിലേക്കുള്ള നോട്ടം അത് ഇബാദത്താണ്. വന്നളറു ഇലൽ കഅബ, പരിശുദ്ധമായ കഅബ, ഏകത്വത്തിന്റെ ചിഹ്നമായ തൗഹീദിന്റെ ചിഹ്നമായ കഅബ, അത് ഇബാദത്തുൻ, അത് ഇബാദത്താണ്. പണ്ട് ഒരു മഹാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കഅബാലയം സന്ദർശിക്കുന്ന സമയത്ത് കഅബയിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു? കഅബയിലേക്ക് നോക്കുമ്പോൾ ഞാൻ കഅബാലയം ഞാൻ കണ്ടിരുന്നു, അള്ളാഹുവിനെയും കണ്ടിരുന്നു. പിന്നെ അവസാനം ഞാൻ നോക്കി കഅബാലയത്തിലേക്ക് നോക്കിയപ്പോൾ കഅബയെ കാണുന്നില്ല, അള്ളാഹുവിനെ മാത്രം കാണും. ആ നോട്ടമാണ് ശരിക്കും ഇബാദത്തുള്ള നോട്ടം എന്ന് പറയുന്നത്. വന്നളറു ഇലൽ കഅബ, കഅബയിലേക്കുള്ള നോട്ടം അത് ഇബാദത്തുൻ, അത് ഇബാദത്താണ്. നമ്മളവിടെ പരിശുദ്ധമായ ഹറമിലേക്ക് ചെന്നാൽ പിന്നെ അവിടേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അത് ഏകത്വത്തിൻ്റെ തൗഹീദിൻ്റെ ചിഹ്നമാണ്. ആ കറുപ്പ് വസ്ത്രത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കാം അല്ലേ? ലോകത്തുള്ള ഒരു പ്രാപഞ്ചികമായ ഒരു വർണ്ണങ്ങൾക്കും അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാത്ത ഒരാൾ ആ കറുപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ അള്ളാഹു എന്ന് പറയുന്ന ആ അള്ളാഹുവിൻ്റെ ജലാലിയത്തും ജമാലിയത്തും അവിടെ വിരിയും, പൂർണ്ണമായിട്ട് തന്നെ വിരിയും. ഞാൻ പരിശുദ്ധമായ ഹറമിലേക്ക് ചെന്നപ്പോൾ എത്രയോ ആളുകൾ വർഷങ്ങളായി അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാ സമ്പാദ്യവും വിറ്റ് എല്ലാം ഒഴിവാക്കി ആ പൈസ ബാങ്കിലിട്ടിട്ട് പരിശുദ്ധമായ കഅബയിൽ എന്ത് ചെയ്യാണ്? ഒരു വിസ പോലെ വന്ന് നിൽക്കുകയാണ്. അവർക്ക് ഭക്ഷണങ്ങളൊന്നും വളരെ കുറവാണ്.
ഭക്ഷണങ്ങളൊക്കെ അവിടെ കിട്ടുന്ന ഈത്തപ്പഴവും സംസം വെള്ളം കുടിച്ചുകൊണ്ട് കാലങ്ങൾ കഴിക്കുന്ന എത്രയോ മഹാന്മാരാകുന്ന ആൾക്കാർ. അവർ കാണുന്നത് മുഴുവൻ അള്ളാഹുവിനെയാണ്. ഞാൻ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരുടെ ഖദറും അവരുടെ സ്ഥാനം മനസ്സിലാക്കാനുള്ളൊരു ക്വാളിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ഒരു സാധാരണക്കാരായിട്ടാണ് കണ്ടത്. നമുക്ക് അത്ര കാണാൻ കഴിയുള്ളൂ. അള്ളാഹു താല അവരൊക്കെ അറിയാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും അമാനുഷികതകളും നിന്നുപോകും. ലോകത്തുള്ള എല്ലാ അമാനുഷികതകളും അത്ഭുതങ്ങളും നിന്നുപോകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമല്ലാതെ എല്ലാം നിന്നുപോകും. അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലേ? എൻ്റെ ഖുർആനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. എന്താണ് ആ സംരക്ഷണം? അതിൻ്റെ അമാനുഷികതയാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ എത്രമാത്രം അതുമായി നിങ്ങൾ പരിചയപ്പെടുന്നു, അതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുക. കാരണം അതിൽ അല്ലാഹുവാണ്. അല്ലേ? ബഹുമാന്യരാകുന്ന മശായിഖന്മാർ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങൾ ആത്മാവ് കൊണ്ട് നിങ്ങൾ ആ ഖുർആനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അവിടെ കാണാൻ കഴിയുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതാണ് വന്നദറു ഫിൽ മുസ്ഹഫ്. മുസ്ഹഫിലേക്ക് നിങ്ങൾ നോക്കൽ അതും ഇബാദത്താണ്. വന്നദറു ഇലാ അഖീക, നിന്റെ സഹോദരനിലേക്ക് നോക്കൽ. സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അഹുല്ലി അബവൈനി, അല്ലെങ്കിൽ എന്താണ് അഹുല്ലി അബ്, അഹുല്ലി ഉമ്മ, അങ്ങനല്ല. വന്നദറു ഇലാ അഖീക, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനിലേക്ക് നോക്കൽ. ഹുബ്ബൻ ലഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. തഹാബബ്നാ ഫില്ലാഹ്, ശൈഖ് തങ്ങൾ എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് തഹാബബ്നാ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക. ആ പരസ്പര സ്നേഹത്തോടുകൂടെ അള്ളാഹു തആലാക്ക് വേണ്ടി നീ നിന്റെ സഹോദരനിലേക്ക് നോക്കൽ പോലും അത് ഇബാദത്താണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഷമീമ് മുസ്തഫയിലേക്ക് നോക്കൽ ഇബാദത്താണ്. എങ്ങനെ? അള്ളാഹു തആലാക്ക് വേണ്ടിയിട്ടാവുമ്പോൾ. മുസ്തഫ ഷമീമിലേക്ക് നോക്കലും എന്താണ്? ഇബാദത്താണ്. അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം. അപ്പം നമ്മുടെ ഓരോ ഹറക്കാത്ത് സക്കനാത്തിൽ നന്മകളല്ലാതെ പിന്നെ എന്താ വരുന്നത്? ഒന്നുമില്ല. ഉണ്ടോ? ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോക്കിയ ഇബാദത്തല്ലേ? ഒരു ഭാര്യ ഭർത്താവിന് നോക്കിയാലോ? അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടായാൽ മതി, അത് ഇബാദത്താണ്. അല്ലേ? ഒരു ഭാര്യനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? യഥാർത്ഥ ഭാര്യനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? യഥാർത്ഥ ഭാര്യനെ കുറിച്ച്, ഭർത്താവ് അവളെ നോക്കുമ്പോൾ ഭർത്താവിനൊക്കെ ഒരു സന്തോഷം വരണം. ഭർത്താവിനിക്ക് സന്തോഷം വരണം. അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് നോക്കണം, നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ അയലോക്കത്തെ പെണ്ണ് അത്ര ചോർക്കുണ്ട്, ഇവൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര ഭംഗിയാണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എവിടെയാ സന്തോഷം ഉണ്ടാണ്? അല്ലേ? ഭംഗിയിലും ഭംഗിയില്ലായ്മയിലും അള്ളാഹു തആലല്ലേ? അല്ലേ? ഖൈറ് വരുന്നതും ഒരു വഴിയിലൂടെയാണ്, ഷർറ് വരുന്നതും ഒരു വഴിയിലൂടെയാണ്. വെളുപ്പുണ്ടാകുന്നതും ഒരു വഴിയിലൂടെയാണ്, കറുപ്പുണ്ടാകുന്നതും ഒരു വഴിയിലൂടെയാണ്. അല്ലേ? ഖൈറ് വരുന്നതും ഷർറ് വരുന്നതും ഒരു വഴിയിലൂടെ തന്നെയാണ്. കറുപ്പുണ്ടാകുന്നതും വെളുപ്പുണ്ടാകുന്നതും ഏത് വഴിയിലൂടെ തന്നെയാണ്? ഒരൊറ്റ വഴിയിലൂടെ തന്നെയാണ്. ആ വഴികൾക്ക് മാറ്റമൊന്നുമില്ല. വഴികൾക്ക് മാറ്റമുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയും എന്താണ് വെളുവെളുത്ത വെള്ളാരം കല്ല് പോലെയുള്ള സൽമാനുൽ ഫാരിസിയെയും, അല്ലേ, കറുകറുത്ത് എന്താണ് കരിക്കട്ട പോലെയുള്ള ബിലാൽ ബിൻ റബാഹിനെയും, അല്ലേ, ഒരേ ചരടിൽ കോർത്ത വിശ്വവിമോചകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലേ, അള്ളാന്റെ റസൂലിൻ്റെയും സിദ്ദീഖ് തങ്ങളുടെയും ഇടയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയതാണ് ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ്. അപ്പോൾ കറുപ്പിന് എന്തില്ല പ്രത്യേകിച്ച് ഒരു ഗുണം കുറവോ വെളുപ്പിന് പ്രത്യേകിച്ചൊരു ഗുണം കൂടുതലോ ഇല്ല, അല്ലേ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ
അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനി ആരാണ്? നിങ്ങളിൽ തഖ്വയുള്ളവനാണെന്ന് അല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനി തഖ്വയുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്നദറു ഇലാ അഖീക ഹുബ്ബൻ ലഹു ഫില്ലാഹി ഇബാദത്തുൻ, അല്ലാഹു തആലാക്ക് വേണ്ടി നിന്റെ സഹോദരനിലേക്ക് നോക്കൽ എന്താണ്? ഇബാദത്താണ്. അന്നദറു ഇലാ വജ്ഹിൽ ആലിമി, ഒരു യഥാർത്ഥ പണ്ഡിതനെ അൽ ആലിമായിരിക്കണം. അൽ ആലിമായിരിക്കണം, മനസ്സിലാവണ്ടോ? അങ്ങനത്തെ ആലിമിലേക്ക് നോക്കൽ, അല്ലാതെ പന്തല് വരുമ്പോൾ ആ പന്തലിൻ്റെ പിന്നാലെ പോവുക, അതിലേക്ക് നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുക. അവരൊന്നും ആലിമെന്ന് നമ്മൾ കേൾക്കണ തന്നെ പിരാന്താണ്, അത് വേറെ വിഷയം. ദുന്യവിയായ ലോകത്ത് പല വിഷയങ്ങളും പുതുതായി സംഭവിക്കും. ദുന്യവിയായ ലോകത്ത് പല സംഭവങ്ങളും പുതുതായി സംഭവിക്കും. അതിനൊന്നും ഹൃദയത്തിലൊരു സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ട് നമ്മൾ ഈ വേഷം ധരിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അതിൽ യാതൊരു അർത്ഥമല്ല. ഇപ്പം ഞാൻ വെള്ളിയാഴ്ച പള്ളിക്ക് നിങ്ങൾ ഫ്ലക്സ് വെക്കാൻ പാടില്ല, ഫ്ലക്സ് അങ്ങനെ ചെയ്തു, അതിനെ പ്രസംഗിച്ചിട്ട് തന്നെയല്ല. ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടല്ല. പ്രസംഗിച്ച ചില കാര്യങ്ങൾ പറഞ്ഞാലാണ് അതിൽ കൂടുതൽ എന്തുണ്ടാകുക? പറഞ്ഞാലാണ് ചില വിഷയങ്ങൾ, തിന്മയായിക്കോട്ടെ, ചില തിന്മകൾ നമ്മൾ അതിലേക്ക് പറയുമ്പോഴാണ് അതിൽ അറിയാത്ത ആളുകൾ പോലും അതിലെന്ത് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മഹലിൽ കക്കൂത്ത് ഖാദിരിയ പള്ളിയിൽ വെച്ചിട്ട് ഒരു ലഹരിക്കെതിരെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റിൻ്റെ ഒരു നിർദ്ദേശം വന്നു. സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയുടെ. അപ്പോൾ മദ്രസയിൽ ഉള്ള വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അത് വേണ്ട, ലഹരിയെക്കുറിച്ച് പല കുട്ടികൾക്കും അറിയില്ല. ഇപ്പോഴും പല കുട്ടികൾക്കും ലഹരി എന്താന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പേരുകളോ അതെങ്ങനെയാണ് എന്നോ അറിയാത്ത കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്റ്റാമ്പും മന്നതുണ്ട്, മന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതിന് പകരം അത് തിന്മയാണ് അവർക്ക് എഫക്റ്റ് ചെയ്യുക. എന്നതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് കൂടുതൽ നേരങ്ങട്ട് തിരിച്ചടിക്കുക ചെയ്യാം. അപ്പോഴും നമ്മൾ പറഞ്ഞൊരു പ്രയോഗം എന്താണ്? ഏതിലും നമ്മൾ അള്ളാഹുവിനെ കാണാൻ കഴിയണം. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ കാണുമ്പോൾ മറ്റെല്ലാം മാഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അന്നദറു ഫീ വജ്ഹിൽ ആലിമി ഇബാദത്തുൻ, ഒരു യഥാർത്ഥ പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കൽ എന്താണ്? ഇബാദത്താണ്. അന്നദറു ഇലാ അലിയിൻ, ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ഇബാദത്തുൻ, അതെന്താണ്? ഇബാദത്താണ്. എന്താ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? അല്ലേ? വേറെ എത്ര ആളുകളുണ്ട്. അന്നദറു ഇലാ അലിയിൻ ഇബാദത്തുൻ, അലി റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കൽ ഇബാദത്താണ്. ഇപ്പം അലി റളിയല്ലാഹു അൻഹു പൊന്തിച്ച് പറയാൻ തന്നെ പേടിയുള്ളൊരു കാലമാണ്. അലി റളിയല്ലാഹു അൻഹു പൊന്തിച്ച് പറഞ്ഞാൽ അപ്പം ഉപരിശിയായി. ഇന്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിന് കാരണം അഹ്ലു ബൈത്ത് എന്നുള്ള, അന്നിപ്പോൾ അഹ്ലു ബൈത്തിന്റെ മഹത്വം നമുക്കറിയില്ല. അതുകൊണ്ടല്ല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുറഹിബുമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരച്ചടിക്ക് മുറഹിബിനെ കണ്ട് നിലംപരിശരാക്കിയ ആര്? അലി റളിയല്ലാഹു അൻഹു. അന്ന് നമുക്ക് ചില ആളുകളുടെ നമുക്ക് ഭയങ്കര എന്തുണ്ടാവും, നമ്മളുടെ റോൾ മോഡലേക്കാണ്. അതുപോലെ തന്നെ ഖൈബറിന്റെ കോട്ട ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒറ്റപ്പിടുത്തത്തിനാണല്ലോ അങ്ങനെ പരിചയക്കി കൊടുത്തത്. നിങ്ങളൊക്കെ വിചാരിച്ചത് മറ്റേ ഇയാള് ഈ മുറഹിബി എന്ന് പറഞ്ഞ ആളിങ്ങനെ വരുമ്പോൾ, മുറഹിബി എന്ന് പറയുന്ന ആളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഏലെന്നൊക്കെ പറഞ്ഞ് പൊന്തിച്ച് ഇങ്ങനെ കൊടുത്തുന്ന അല്ല. അലി റളിയല്ലാഹുവിന്റെ പരിചയം മുറിഞ്ഞുപോയി. വാളും പരിചയം ഉണ്ടാവില്ല, പരിചയം മുറിഞ്ഞു. അടുത്ത വെട്ട് വരുമ്പത്തിന് ഇത് പറിച്ചണം. അടുത്ത വെട്ട് വരുമ്പത്തിന് ഈ സാധനം പറിച്ചണം, എന്നിട്ട് കൊടുക്കണം. എത്രയോ സഹാബികൾ ഒരുമിച്ച് പൊന്തിയിട്ടും പൊന്താത്ത സാധനമാണ് മൂപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണത്. അത് ഏത് ശക്തിയാണത്? അല്ലെങ്കിൽ എന്താണ്? അന്നദറു ഇലാ അലിയിൻ ഇബാദത്തുൻ, അലിയാര് തങ്ങളിലേക്ക് നോക്കൽ ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അള്ളാന്റെ റസൂല് ഈ ലോകത്തിന്റെ ഒരു മാധ്യമമാണ്, അള്ളാഹുവിനെ കാണാനുള്ള മാധ്യമമാണ്. ആ അള്ളാന്റെ റസൂലിനെ കാണാനുള്ള മാധ്യമം ആരാണ്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി അലിയും ബാബുഹ. നമ്മളെ ഷേഖാവുന്ന ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഈ സമാനിൻ്റെ
അലിയാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളോട്, സ്വലാഹുദ്ദീൻ തങ്ങളോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അവിടുത്തെ മുരീദന്മാർ നമ്മോട് നേരിട്ട് പറഞ്ഞ വിഷയങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അള്ളാഹുവിലേക്ക് എത്തുന്ന ഏത് വാതിലും അലിയായ തങ്ങളാണ്. അതാ അന്നദറു ഇല അലിയിൻ, ഒരു മുറബ്ബിയിലേക്ക് നോക്കൽ. അത് ഇബാദത്തുൻ. അതെന്താണ്? അത് ഇബാദത്താണ്. അപ്പോൾ ലോകത്ത് അഷ്റഫുൽ ഇബാദത്താണ് ശരിക്കും. അഷ്റഫുൽ ഇബാദത്ത് ഏതാണ്? അന്നദറു, ദർശനമാണ്. പക്ഷെ ആ നോട്ടം ശരിയാകണം. അന്നദറു ഇലല്ലാഹി, അള്ളാഹുവിലേക്കുള്ള നോട്ടം. ഹുവ ജന്നത്തുൽ ജന്ന, അതാണ് സ്വർഗത്തിൻ്റെ ഉള്ളിലെ സ്വർഗം. ഏത്? അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരാകുന്ന ആൾക്കാർ പറഞ്ഞത്, ആരിഫീങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള നോട്ടം ദുനിയാവെന്നും ഒരേ മാതിരിയാണ്, ആഖിറത്തും ഒരേ മാതിരിയാണ്. ലാ ഹൂറും വല ഖുസൂർ, അവർക്ക് ഹൂറില്ലീങ്ങൾ വേണ്ട, കൊട്ടാരങ്ങൾ വേണ്ട. ഓല ഹൃദയത്തിനെ സ്വാധീനിക്കുന്ന ഒന്നും അല്ലാഹുവല്ലാതെ വേറൊന്നുമില്ല. ഓല ഹൃദയത്തിനെ സ്വാധീനിക്കുന്ന ഒന്നിലേക്കും എവിടെ നോക്കിയിട്ടും അവരെന്ത് കാണുന്നില്ല? അള്ളാഹനല്ലാതെ കാണുന്നില്ല. മനസ്സിലാണോ? എങ്കിൽ ആ മിസാലുകൾ എന്തിനാണ്? ഒറിജിനൽ സാധനം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ആ മിസാലുകൾ? എല്ലാത്തിൻ്റെയും മസില് അള്ളാഹുവിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് തന്നെ അല്ലേ നോക്കേണ്ടത്? എല്ലാത്തിൻ്റെയും അസുല് അല്ലേ? അനൽ അസുൽ. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾക്ക് അനൽ അസുൽ എന്ന് പറയുന്നൊരു അധ്യായം തന്നെ ഉണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഞായറാഴ്ച നമുക്ക് ആ വിഷയം സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകളിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത്, ഏത് സൃഷ്ടികളിലേക്കും നിങ്ങൾ നോക്കേണ്ടത്, അവിടെയൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറൊന്നിനെയും കാണാൻ പാടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ എങ്ങനെ കണ്ട് എന്തിലും അള്ളാഹിൻ്റെ റസൂലാണ് അല്ലേ? അപ്പോൾ നമുക്ക് വിദ്വേഷങ്ങളില്ല, പരിഭവങ്ങളില്ല, ജാതി മത മാറ്റങ്ങളില്ല. എല്ലാവരും ഒരേ മുത്തുമാലയിൽ കോർത്തുപോലെയായിരിക്കും നമുക്കുണ്ടാകുക. ആ ഒരവസ്ഥയിൽ നിന്ന്, കാരണം എല്ലാത്തിനും ഫായിലി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ സ്ക്രീന് എന്ന് നോക്കിയിട്ട് എല്ലാത്തിലേക്കും നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ഈ ക്യാമറക്ക് നമ്മൾ ഒപ്പിയെടുക്കാൻ കഴിയുന്നത് അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരാണ്? അത് എന്നെ ഒപ്പിയെടുക്കണമെങ്കിൽ അതിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ത് വേണം? നൂറ് വേണം. അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. അതിന് സ്വന്തമായിട്ട് ഒപ്പിയെടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകൂല. അപ്പോൾ ലോകത്ത് ഏതിലും, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതിലും അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ കാണാം. അള്ളാഹിൻ്റെ റസൂലിനെ കാണുമ്പോൾ പിന്നെ അടുത്ത വാതിൽ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ ദുനിയാവിലിരുന്നു കൊണ്ട് പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിനെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നമ്മളെ മശായിഖന്മാരെ ബർക്കത്തുകൊണ്ട്, ഈ പരിശുദ്ധമായ സാവിയുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.